ഇനി കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നേടാവുന്ന തസ്തികകൾ പരിചയപ്പെടാം. ലൈബ്രറിയൻ, റിസർച്ചർ, ലൈബ്രറി അറ്റൻഡന്റ്, ലൈബ്രറി അസിസ്റ്റന്റ്, കൺസൾട്ടന്റ്, കാറ്റലോഗർ, അക്കാദമിഷ്യൻ, ഇൻഫർമേഷൻ അനലിസ്റ്റ്. ഹായ്, ഐ എം ജിസ്ന. ഞാൻ മാസ്റ്റർ ഓഫ് ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് 3rd സെം സ്റ്റുഡൻ്റ് ആണ്. ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കാറ്റലോഗ് എന്നൊരു ടൂൾ പഠിക്കുന്നുണ്ട്. അതായത് യൂസേഴ്സ് അവർക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് തിരഞ്ഞു വരുമ്പോൾ അത് ലൈബ്രറിയിൽ അവൈലബിൾ ആണോ, അല്ലെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ തന്നെ അതിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ കാറ്റലോഗ് എന്ന ടൂൾ വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. എൻ്റെ പേര് വിഷ്ണുപ്രിയ. ഞാൻ MLIC 3rd സെം സ്റ്റുഡൻ്റാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലൈബ്രറി പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വുമൻസിന് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. മറ്റ് ജോബിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം ഇത് വളരെ സ്ട്രെസ് ഫ്രീ ആണ്, റിലാക്സ്ഡ് വർക്കിംഗ് സിറ്റുവേഷനാണ് ലൈബ്രറി സയൻസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ലൈബ്രറി ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ലൈബ്രറിയിലെ എല്ലാ ആക്ടിവിറ്റീസും സർവീസസും കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റിസ്കി ജോബ് അല്ലാണ്ടായി മാറിയിരിക്കുകയാണ് ഇന്നത്തെ ലൈബ്രറിയൻ എന്ന പ്രൊഫഷൻ. അതുകൊണ്ട് തന്നെ ഇത് വുമൻസിന് വളരെയധികം കൺവീനിയൻറ്റും കംഫർട്ടായിട്ടുള്ള ഒരു ജോബായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് ഒരുപാട് വുമൻസ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്രഡീഷണൽ കാറ്റലോഗിൽ നിന്നും മാറി ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് നമുക്ക് കാറ്റലോഗ് ആക്സസ് ചെയ്യാൻ പറ്റും. അതിനാണ് ഒപാക് എന്ന് പറയുന്നത്, അതായത് ഓൺലൈൻ പബ്ലിക് ആക്സസ് സിസ്റ്റം. നമുക്ക് ഈവൻ എല്ലാ ലൈബ്രറിയിലും ഒപാക് സിസ്റ്റം ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒപാക്ക് വെബ്സൈറ്റിലേക്ക് ഇടുമ്പോഴാണ് വെബ് ഒപാക് ആയിട്ട് മാറുന്നത്. ഈവൻ എല്ലാ യൂസേഴ്സിനും ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും നേരം ഉണ്ടാവില്ല. ഈ കാറ്റലോഗ് കാർഡ് നോക്കി അവിടെ ഒരുപാട് ടൈം ഡിലേ ആവും. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഒപാക്കിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇനി നമുക്ക് ഏത് ഡോക്യുമെൻറ്റ്സ് ആണോ വേണ്ടത് അത് യൂസേഴ്സിന് എത്രയും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ടെക്നിക്കൽ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഞങ്ങൾ പഠിക്കുന്നുണ്ട്. അതായത് ടെക്നിക്കൽ ഡോക്യുമെൻറ്റ്സ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടതെന്നും അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതും എന്നൊക്കെയാണ് ഞങ്ങളിതിൽ പഠിക്കുന്നത്. ഞങ്ങളുടെ കോഴ്സിൻ്റെ ഭാഗമായി റിസർച്ച് മെത്തഡോളജി എന്ന പേപ്പർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ എങ്ങനെയാണ് ഒരു ഗവേഷണം ചെയ്യുന്നതെന്നും ആ ഗവേഷണത്തിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്നും അനലൈസ് ചെയ്യുന്നതും വിശദമായി പഠിക്കുന്നു. ഇതിലൂടെ ലൈബ്രറിയിലെ എന്ത് പ്രശ്നങ്ങളെപ്പറ്റി നമുക്ക് പഠിക്കാനും അത് പരിഹരിക്കാനും നല്ല കഴിവ് നേടിയെടുക്കാൻ കഴിയുന്നു. ഞങ്ങളുടെ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ബിബ്ലിയോമെട്രിക്സ് എന്നൊരു പേപ്പർ ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് നമ്മളെ കൂടുതൽ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഒരു റിസർച്ചിന് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് അനലൈസ് ചെയ്യാനും അതിന് എന്തൊക്കെ ടൂൾസ് വേണമെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ റിസർച്ചിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റിസർച്ച് ചെയ്യുന്ന ആളുകളെ ഗൈഡ് ചെയ്യാനും നമ്മളിത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഇൻഫർമേഷൻ സോഴ്സുകളൊക്കെയും ഏതെല്ലാം വിധത്തിലുണ്ട്, അത് എന്താണ്, അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ ഈ കോഴ്സിലൂടെ പഠിക്കുന്നുണ്ട്. അതേപോലെ ഈ ഇൻഫർമേഷൻ സോഴ്സ് യൂസേഴ്സിന് എങ്ങനെ എഫിഷ്യൻ്റായിട്ട് നൽകാൻ കഴിയും, അതും ഈ കോഴ്സിൽ ഉൾപ്പെടുത്തുന്നു. ഇതിപ്പോൾ ഒരു പ്രിൻ്റഡ് സോഴ്സാണ്. അതേപോലെ തന്നെ ഇലക്ട്രോണിക് സോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറൊക്കെ വന്നതോടുകൂടി ലൈബ്രറിയുടെ സ്കോപ്പ് കഴിഞ്ഞു എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ അതോടുകൂടി ലൈബ്രറി ഒന്നുകൂടെ സ്കോപ്പ് കൂടുകയാണ് ചെയ്യുന്നത്. സ്കൂൾ തലം തൊട്ട് യൂണിവേഴ്സിറ്റി റിസർച്ച് സെൻറ്റേഴ്സ് വരെ ഒരുപാട് ജോലി സാധ്യതയുള്ള കോഴ്സുകളാണ് ഈ മൂന്നും. IT എക്സ്പോസറുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും ഈ കോഴ്സ് കഴിഞ്ഞാൽ ഒരുപാട് ജോലി സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. റിസർച്ച് സെൻറ്റേഴ്സിലും അതേപോലെ ഇൻഡസ്ട്രീസിലും ഈവൻ ഹോസ്പിറ്റൽസിൽ വരെ ഇന്ന് ഡോക്യുമെൻറ്റേഷൻ സെൻറ്റേഴ്സ് വളരെ ആധികാരികമായി നിലനിൽക്കുന്നതാണ്. അതിൽ തന്നെ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള IT എക്സ്പോസറുള്ള വിദ്യാർത്ഥികൾ അവർ സെലക്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇന്ന് നിലവിലുള്ള സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾ, സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടുതൽ വന്നതോടുകൂടെ കാൻഡിഡേറ്റ്സിനെ കിട്ടാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോൾ ഫാറൂഖ് കോളേജിൽ
2 കോഴ്സുകൾ ഇന്ന് നിലവിലുണ്ട്. ബാച്ചലർ ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസും അതേപോലെ മാസ്റ്റർ ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസും. ഈ 2 കോഴ്സുകൾ കഴിയുമ്പോൾ തന്നെ ഈ കുട്ടികളെ തന്നെ പല സ്ഥാപനങ്ങളിലേക്കും വിളിക്കുകയും അവർക്ക് ജോലി സാധ്യതകൾ ഏറെ നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് നിലവിലുള്ളത്.